ആന്ധ്രാപ്രദേശിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 7 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരിച്ചവരിൽ 2 പേർ സ്ത്രീകളാണ്. അന്വേഷണത്തിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തരവിട്ടിട്ടുണ്ട്. മനു അഖിലയുണ്ട്. മനു, ഈ വലിയ സ്ഫോടനമാണ്, 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സ്ഫോടനം. ഈ അപകട കാരണം സംബന്ധിച്ച വിവരങ്ങൾ വരുന്നുണ്ടോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ, മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ആന്ധ്രാപ്രദേശിലെ അനകപ്പള്ളിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് ഉച്ചയോടെ സ്ഫോടനമുണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഉത്സവ സീസൺ ആയതിനാൽ തന്നെ പ്രാദേശിക തലത്തിൽ വിൽപ്പനയ്ക്കായി കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന പടക്ക ശേഖരത്തിലേക്ക് തീ പടരുകയായിരുന്നു. കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് തീ പടർന്ന് യൂണിറ്റ് പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. അപകടമുണ്ടായ സമയം കെട്ടിടത്തിൽ 15 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 8 പേർ മരിച്ചതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. മരിച്ചവരിൽ 2 പേർ സ്ത്രീകളാണ്. ഗുരുതരമായി പരിക്കേറ്റ 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ചവരെല്ലാം കാക്കിനട ജില്ലയിലെ സമർലക്കോട്ട നിവാസികളാണ്. സംഭവ സ്ഥലത്തെത്തിയ പോലീസും അഗ്നിരക്ഷാസേനയും രക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തീയണച്ച് പരിക്കേറ്റവരെ പുറത്തെത്തിച്ചത്. പൊട്ടിത്തെറിയിൽ പടക്ക നിർമ്മാണ യൂണിറ്റിന്റെ കെട്ടിടം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അപകടത്തിന്റെ കാരണം എന്തെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ കാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. പടക്ക നിർമ്മാണശാല അനധികൃതമായി പ്രവർത്തിച്ചിരുന്നതാണോ എന്നതിലും വ്യക്തതയില്ല. ഈ നിർമ്മാണ യൂണിറ്റിന് ലൈസൻസ് ഉണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും അപകടത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉത്തരവിട്ടിട്ടുണ്ട്. ശരി, മനു അഖിലയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകി.